ഒരു റോസാ ചെടിയെ കാണുമ്പോൾ ചില കൂട്ടർ ആ മുള്ളുകളെ നോക്കിക്കൊണ്ട് എന്തിനാണ് ദൈവം ഈ മുള്ളുകളെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. മറ്റു ചിലരോ ആ മുള്ളുകൾക്കിടയിലെ വളരെ മനോഹരമായ ആ പൂക്കളെ നോക്കി സന്തോഷിക്കാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും. എങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ സന്തോഷപ്രദമാക്കി മാറ്റുവാൻ സാധിക്കുക എന്ന് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും നല്ല ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ എന്ന് നമുക്ക് പറഞ്ഞു തരുവാൻ നമ്മുടെ ഇൻ്റർനാഷണൽ മൈൻഡ് പാർട്ട് ട്രെയിനർ, അഡ്വാൻസ്ഡ് ലൈഫ് കോച്ച് മിസ്റ്റർ ജസ്റ്റിൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയായി ഒരു റോൾ മോഡലായി നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു മിടുക്കി ആണ് നമ്മോടൊപ്പം ഇന്ന് ഗസ്റ്റായി ചേരുന്നത് ഗൗരി പ്രദീപ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും സന്തോഷമായിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അതിനാണ് നമ്മൾ ഈ ഓടുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അപ്പം സൈക്കോളജിക്കലി എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിൻ്റെ വ്യാപാരമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഇമോഷൻസ് നമുക്കെല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. അതിൽ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, ചിലർക്ക് അസൂയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം സന്തോഷമെന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയാണ് സന്തോഷമുണ്ടായിരിക്കുക എന്ന് പറയുന്നത്. സന്തോഷത്തിന് ഹോർമോണിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബയോളജിക്കലായിട്ടുള്ള വ്യത്യസ്ത ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറിച്ച് സന്തോഷത്തിൻ്റെ മൈൻഡ് പവർ അനുസരിച്ച് ചിന്തിക്കുന്നൊരു സമയത്ത് നമ്മൾ തോട്ട് പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണോ അതാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുക. അതിന് നമ്മൾ സാധാരണ മറ്റ് എപ്പിസോഡിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ സൈക്കോസൊമാറ്റിക് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് അത് നമുക്കതിനെ കണക്കാക്കാം. മനസ്സിലെന്ത് ചിന്തിക്കുന്നു അതാണ് ശരീരത്തിൽ പ്രതിഫലിക്കുന്നത്. എൻ്റെ തോട്ട് പ്രോസസ്സിൽ ഹാപ്പിനെസ്സാണ് നിലനിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് എന്നിൽ ഉള്ളതെങ്കിൽ എനിക്കൊരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റൊരു തലം കൂടിയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൂടി നമ്മളിവിടെ നോക്കിക്കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു അക്രമി വേറൊരാളെ അടിക്കുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു. ആ സമയത്ത് ആ മനുഷ്യൻ്റെ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് സൈക്കോളജിക്കലി വികൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ആണത്. ഓക്കെ, ഇപ്പം ഉദാഹരണമായിട്ട് സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ ഒരു പക്ഷേ നമ്മൾ സിനിമകളിലോ അതല്ലെങ്കിൽ അല്ലാതെ തന്നെ ഈവൻ ഭാരതത്തിൽ പോലും നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അവർക്ക് ആ കൃത്യം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അത് സൈക്കോളജിക്കലി ഉണ്ടാകുന്ന ഒരു ഡിസോർഡറായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എന്നതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വലിയ സന്തോഷം അത് തോട്ട് പ്രോസസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ശരിക്കും നമ്മുടെ ഈ ഷോയിലെ ഗൗരികുട്ടിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ലുക്കിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം വളരെ ഹാപ്പിയാണ് അല്ലേ, വളരെ പ്ലസന്റ് ആണ്. ഒരു കാര്യം കൂടി, ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് സന്തോഷവാനും കൂടിയാണ്. കാരണം ഗൗരിക്കുട്ടിയുടെ കൂടെയുള്ള ഈ ഒരു എപ്പിസോഡ്, കാരണം ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ സന്തോഷമായിരുന്നെങ്കിൽ പോലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ തന്നെ ഹാപ്പിനെസ് വരും. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം മോളുടെ ഈ ഹാപ്പിനെസിന്റെ രഹസ്യം ഒന്ന് പറയാമോ? എൻ്റെ ഹാപ്പിനെസിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും
കസിൻസിൻ്റെ അടുത്തുനിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ രഹസ്യം. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമുക്കൊരു കൈയ്യടി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിയെ കിട്ടാന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും ഫാമിലിനെ തീർച്ചയായിട്ടും പരിചയപ്പെടും വരുന്ന എപ്പിസോഡിലൊക്കെ. പലപ്പോഴും നമുക്ക് ഒത്തിരി സന്തോഷങ്ങളുണ്ട് നമ്മുടെ ചുറ്റും, അതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അതിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ അങ്ങനെ വല്ലതും ആണോ? അങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഡിസോർഡർ എന്നുള്ള ലെവലിലേക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഇപ്പം ഗൗരിമോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജന്മനാ തന്നെയുള്ള ഒരു പ്രശ്നമാണ് ഗൗരിമോൾക്കുള്ളത്. അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗത്തിൻ്റെ ചലനശേഷിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അല്ലേ. ഗൗരിമോൾക്ക് വീൽ ചെയർ ഇല്ലാതെ നടക്കുക, അല്ലെങ്കിൽ നടക്കണമെങ്കിൽ പോലും അത് ഇഴഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു അവസ്ഥ. ആ അവസ്ഥയിലും ഗൗരിമോളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഞ്ചിരിക്കുന്ന മുഖമാണ്. ഓക്കെ, എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്നൊരു കുട്ടിയാണ് ഇവള്. ഓഫ് കോഴ്സ് അവൾ പറഞ്ഞതുപോലെ തന്നെ പേരൻസിൻ്റെ സപ്പോർട്ട്, ഓരോ സമയത്തും തളർന്നു പോകുന്ന സമയങ്ങളിൽ പേരൻസ് കൊടുക്കുന്ന സപ്പോർട്ട്, ചേച്ചി കൊടുക്കുന്ന സപ്പോർട്ട്, ചേച്ചിയുടെ ഭർത്താവ് കൊടുക്കുന്ന സപ്പോർട്ട്, ഇതൊക്കെ ഗൗരിമോളെ വേറൊരു ലെവലിലേക്ക്, അതായത് സന്തോഷത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റു പല കുടുംബങ്ങളിലും ഇതുപോലെ വൈകല്യങ്ങളുള്ള കുട്ടികൾ ഒരുപക്ഷെ ഉണ്ടാവാം. അവരൊക്കെ ഇതുപോലെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ടാണ്. ഇപ്പം ഗൗരിമോൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും കിട്ടിയതുപോലെ കിട്ടുന്നില്ലായിരിക്കാം അവിടെ, അല്ലെങ്കിൽ സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ കിട്ടുന്നില്ലായിരിക്കാം. രണ്ട്, ഗൗരിമോളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് കിട്ടുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സാണ്. ഓക്കെ, എന്നിട്ട് ഗൗരിമോൾ ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ ഹാപ്പി ആയിരിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിന് വേണ്ട കാര്യങ്ങളിലേക്ക് അവൾ തന്നെ കടന്നു വരും, മറ്റു കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകും. ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും ഗൗരിക്കുട്ടിയെ കാണാറുണ്ട്. ഈ കാണുന്ന സമയങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു സജഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചോ, ഇന്ന് ഒന്ന് പടം വരയ്ക്കാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് സ്വീകരിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി ആ പടം വര സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു മനോഭാവം ആക്കുണ്ട് ഗൗരിക്കുണ്ട്. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു ഇനിഷ്യേറ്റ് ചെയ്യുക, ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ളതും പ്ലസ് മറ്റുള്ളവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ളതും എന്ന് വെച്ച് ഗൗരിക്ക് ചില സമയത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മടുപ്പ് തോന്നുന്നില്ല എന്നൊന്നുമല്ല അർത്ഥം. എല്ലാവരുടെയും ലൈഫിൽ അതുണ്ടാവും. ഇപ്പം നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്തുണ്ടാവും, അങ്ങനെയുള്ള മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും നമ്മളെല്ലാവരും വളരെ ടാലൻറ്റഡ് ആണ്. ലോകത്തിൻ്റെ ചരിത്രം കാണിക്കുന്ന അതാണ്. ബ്രെയിന് ഡാമേജ് ഉള്ള മനുഷ്യൻ സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സയൻറ്റിസ്റ്റായിട്ട് മാറിയ ആ ചരിത്രം, അല്ലെങ്കിൽ വലിയ അംഗവൈകല്യങ്ങളുള്ള പലരും ജീവിതത്തിൽ ഒരുപാട് വിജയിച്ച ചരിത്രങ്ങൾ, അതാണ് ചരിത്രം കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ, ഇപ്പം നമ്മുടെ എപ്പിസോഡിൽ തന്നെ വന്ന അനീഷ് മോഹൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോബി മാത്യു ആയിക്കോട്ടെ, ഇവരൊക്കെ ജീവിതത്തിൻ്റെ വേറൊരു ലെവലിലേക്ക് അവർ എത്തിപ്പിടിച്ച വ്യക്തികളാണ്. സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ കൂടിയും നമ്മുടെ തന്നെ മനസ്സ് സ്ട്രോങ് ആക്കണം. എനിക്ക് എത്തിപ്പിടിക്കുവാനുള്ള സാഹചര്യം ധാരാളമായിട്ടുണ്ട് എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് ആവശ്യമാണ്. ഉജ്വൽ നിക് എന്ന് പറയുന്ന രണ്ട് കൈയും ഇല്ലാത്ത ചെറിയ രണ്ട് കുഞ്ഞു കാലുകൾ മാത്രമുള്ള മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കറാണ്. ജെസിക്ക കോക്സ് എന്ന് പറയുന്ന രണ്ട് കൈയും ഇല്ലാത്ത ആ പെൺകുട്ടി ലോകത്തിലെ ആദ്യത്തെ പൈലറ്റാണ്, കൈകളില്ലാത്ത പൈലറ്റാണ്. ഇതൊക്കെ നമുക്ക് സാധിക്കും. അപ്പം അത് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്ട്രോങ് ആക്കണം, ഉറപ്പിക്കണം. ഇപ്പം ഈ പറഞ്ഞ ലിസ്റ്റുകളിലെ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ഗൗരിക്കുട്ടി. കാരണം ഞാനിത് എന്തുകൊണ്ടാണ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗൗരിക്കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നും ലിസ്റ്റ്, ഈ 2 എപ്പിസോഡിൽ പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും ശരിയാണ്, ഷീസ് എ ജുവൽ എന്നുള്ള രീതിയിൽ. അപ്പം ഇപ്പം ഈ പറഞ്ഞതുപോലെ മോൾക്കും പല പല ഹേർഡിൽസ് വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ കുഞ്ഞുനാളെ തുടങ്ങി ചില വിഷമങ്ങൾ, ദുഃഖങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ അല്ലേ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും വിഷമം വന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ മോൾക്ക്? ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പുതിയൊരു സ്കൂളിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്നെ എങ്ങനെ കാണും എന്നുള്ളൊക്കെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ചെന്നിട്ട് എങ്ങനെയായിരുന്നു? അവിടെ ചെന്നിട്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് അവരങ്ങനെ ചിന്തിക്കും എന്നുള്ളത്. ചുമ്മാ കുറെ ടെൻഷൻ അടിച്ചു. ആ പറഞ്ഞ എന്ത് കറക്റ്റ് ആണെന്നറിയോ? ഇത് ഒരു പ്രശ്നം ഇല്ലാത്തവരെ സംബന്ധിച്ചുള്ളതും വളരെ സത്യമാണ്. നമ്മുടെ വെറും തെറ്റിദ്ധാരണയാണ് ഈ ആൾക്കാർ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും എന്നുള്ളത്. ആ ചിന്തയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മിടിക്കും കേട്ടോ, സന്തോഷം. അപ്പോൾ ഈ സമയത്തെ എനിക്ക് തോന്നുന്നു ഒത്തിരി ടാലൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റേ പുട്ടിന് ഇച്ചിരി പീര ഇട്ട് കൊടുക്കണ പോലെ മോളുടെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ടാലന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് തുടക്കത്തിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കവിതയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോളുടെ വളരെ രസകരമായ നന്നായിട്ട് കവിത ചൊല്ലും, നല്ല വോയിസുമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിണകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. രേണുകേ നാം രണ്ടു നിഴലുകൾക്കിരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ. പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ, നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ, നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ. ഇപ്പം ഈ പറഞ്ഞ പോലെ മോളുടെ കവിത കഴിഞ്ഞിട്ടേ ഒന്നും പറയാൻ ഇല്ല, അത്രയും വളരെ അതെ. അപ്പം യൂഷ്വലി നമുക്കിപ്പം ഹാപ്പിനെസ്
ഒന്നും എന്താ പറയുക, നമുക്ക് ആ ഒരു ഇതിലേക്ക് വരാതെ കുറേ നമുക്ക് ടെൻഷൻ, സ്ട്രെസ്സ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്, ഇപ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ജോലി തിരക്ക്, ബാക്കിയുള്ള തിരക്ക്, ഫിനാൻഷ്യൽ പ്രോബ്ലം, അങ്ങനെ ഒത്തിരി ഒത്തിരി ടെൻഷനാണ് കൂടുതൽ ലൈഫിൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ് എന്ന കാര്യത്തിൻ്റെ പ്രാധാന്യവും അത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകില്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഞാൻ വീണ്ടും അത് ചോദിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ, അതെ, ഈ ടെൻഷൻ എങ്ങനെയാണ് നമുക്കത് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നാട്ടുകാരോടൊപ്പം വീട്ടുകാരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്ന പല ആൻസേഴ്സ് ഉണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാ, അല്ലെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാ, അപ്പന് വേണ്ടിയിട്ടാ, അമ്മയ്ക്ക് വേണ്ടിയിട്ടാ, കെട്ടിയവന് വേണ്ടിയിട്ടാ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ആൻസേഴ്സ് ഇവരൊക്കെ നമ്മളോട് സാധാരണ പറയാറുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എനിക്ക് എന്താ തോന്നുന്നത്, നമ്മൾ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ശരിക്കും ഫസ്റ്റ് നമുക്ക് വേണ്ടി തന്നെ, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ജീവിക്കുന്നത് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നല്ല പ്രവൃത്തി ചെയ്യുന്നവരുമായിക്കോട്ടെ, മോശം പ്രവൃത്തി ചെയ്യുന്നവരുമായിക്കോട്ടെ, ഇവരുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അവരന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏതാണ്? ഹാപ്പിനെസ് ആണ്. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ഹാപ്പിനെസ് എന്താണ്? ദീർഘകാലം നിലനിൽക്കുന്നതും മനുഷ്യനും സമൂഹത്തിനുമൊക്കെ നല്ലതായിരിക്കും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഇനി എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ ഡൈവേർഷൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവർ കണ്ടിരിക്കുന്നത്, എൻ്റെ അപ്പൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, പുള്ളി ഇങ്ങനെ കഷ്ടപ്പെടുവാണ്. ഓക്കെ, സ്വന്തം കാര്യം ഒരിക്കലും നോക്കിയിട്ടില്ല, സ്വന്തമായിട്ടിടാനുള്ള ഷർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, സ്വന്തമായിട്ട് ഉടുക്കാനുള്ള മുണ്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഓക്കെ, അദ്ദേഹം ചിന്തിച്ചത് മുഴുവൻ എന്താണ്? മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മക്കൾ വലുതായപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം, അവരവരുടെ വഴിക്ക് പോയി. പാവം കാരണവർ വീട്ടിൽ എന്താണ്? കഷ്ടപ്പാട് ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതം ശരിക്കും ഹാപ്പിനെസ്, സന്തോഷം അനുഭവിക്കുവാനുള്ള ഒരു ജീവിതമായിരിക്കണം. അതല്ലെങ്കിൽ എന്താണ്? ഒരുപാട് ഇഷ്യൂസാണ് പിന്നെ ഉണ്ടാവുക. സന്തോഷം എങ്ങനെ അനുഭവിക്കുക? രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സന്തോഷവും, രണ്ടെന്ന് പറയുന്നത് ശാരീരികമായ സൗഖ്യത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും. അപ്പോൾ മാനസികമായ സന്തോഷം അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം, നമ്മൾ ഈ മൈൻഡ് പവറിൻ്റെ ഒരു സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എംബസൈസ് ചെയ്ത് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ തന്നെ മാറ്റം ഉണ്ടാവണം. എനിക്ക് ഏതൊരു കാര്യത്തിലും സന്തോഷം കണ്ടെത്തുവാനുള്ളൊരു മനസ്സുണ്ടാവണം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ് ഈ ഒരു എന്താണ് എ സി ഒന്നും പോരാ, അതങ്ങോട്ട് ശരിയാവുന്നില്ല, ഓക്കെ, ഈ ലൈറ്റ് എൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നു, ഓക്കെ, ആകെപ്പാടെ പ്രശ്നമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഐ എം സോ ഹാപ്പി. ഓക്കെ, ഇവിടെ ഗൗരിക്കുട്ടി ഇരിപ്പുണ്ട്. ഗൗരിക്കുട്ടിയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജന്മനാ ഉള്ള ഒരു പ്രശ്നവുമായിട്ടാണ് ഗൗരിക്കുട്ടി ഇരിക്കുന്നത്. പക്ഷേ ആ പ്രശ്നത്തിന് മുകളിൽ, രജനി സൂചിപ്പിച്ച പോലെ എന്താണ്, മുള്ളുകൾക്ക് മുകളിലുള്ള റോസാപ്പൂ എന്ന് പറഞ്ഞതുപോലെ അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടില്ലേ? ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോട്ട് പ്രോസസ്സിലൂടെ ഹാപ്പിനെസ് കണ്ടെത്തുക ചെയ്യുന്നത്. അങ്ങനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നവർക്കാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. അത് ഹെലൻ കെല്ലറുടെ ജീവിതം എടുത്ത് നോക്കിക്കോട്ടെ, അതല്ലെങ്കിൽ അല്ലേ, ഹെലൻ കെല്ലറുടെ ജീവിതം അതിന് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. പരാജയങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങുന്ന വ്യക്തികളുടെ ജീവിതമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ തോട്ട് പ്രോസസ്സിലൂടെ ഞാൻ സന്തോഷവാനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും ആ ചിന്തയിൽ നിന്നാണ് ശരിക്കും എന്ത് സംഭവിക്കുക? ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. സാർ പറഞ്ഞതുപോലെ നമുക്ക് സർക്കംസ്റ്റൻസസ് നമുക്ക് അനുകൂലമല്ല, ഓക്കെ, പക്ഷേ എൻ്റെ ശരീരത്തിലേക്ക് നോക്കി തന്നെ ചിലപ്പം എനിക്ക് ദുഃഖം കൂടുതലായിട്ട് വരും. പക്ഷേ അതിനും മേലെ ഏതൊരു ആലോചന വരുമ്പോഴാണ് മോൾക്ക് സന്തോഷം വരിക. ഇപ്പോൾ പറഞ്ഞ തോട്ട് പ്രോസസ്സിലൂടെയാണ് ഒരാൾക്ക് ഹാപ്പിനെസ് വരുന്നത്, അതാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചിന്തിക്കുമ്പോഴാണ് മോൾക്ക് ഇത്രയും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക? ഞാൻ എൻ്റെ ടാലൻറ്റുകളിലൂടെയാണ് എനിക്ക് സന്തോഷം കണ്ടെത്തുന്നത്. എനിക്കൊരു സങ്കടം വരുമ്പോൾ പാട്ട് കേൾക്കും, ഫ്ലൂട്ട് വായിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം വരും. പിന്നെ എന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ സങ്കടപ്പെടുമ്പോൾ എന്നിലും താഴെയുള്ളവരുടെ അവസ്ഥ ഞാൻ ചിന്തിക്കും. അപ്പോൾ എനിക്ക് അവർക്ക് അതൊക്കെ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു ഇത് വരുമ്പോഴെനിക്ക് ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ പിന്നെ സന്തോഷമായിട്ടിരിക്കാൻ തോന്നും. അപ്പോൾ മോളെ ഏത് പ്രായത്തിലാണ്, എങ്ങനെയാണ് ഈ ഓരോ ടാലൻസും ഇത് ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയാണ്? എനിക്ക് അമ്മ എന്നെ ആദ്യം പാട്ട് പഠിക്കാനായിട്ട് കൊണ്ട് ചേർത്ത്. ഏത് പ്രായത്തില്? അതൊരു 3rd സ്റ്റാൻഡേർഡിലാന്ന് തോന്നുന്നു. 3rd സ്റ്റാൻഡേർഡിൽ പാട്ട് പഠിക്കാനായിട്ട് ചേർത്തപ്പോഴത്തേക്കും ആദ്യം ചുമ്മാ കൊണ്ട് ചേർത്ത. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്
മാഷ് തന്നെ പറഞ്ഞു നല്ല ടാലൻ്റ് ഉണ്ട്, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോഴത്തേക്കും ഫ്ലൂട്ട് പഠിക്കാനായിട്ട് ചേർന്നു. അത് എന്നോട് ചോദിച്ചു എന്ത് ഇൻസ്ട്രുമെന്റാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അങ്ങനെ അതും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഓർഗൻ അത് ക്ലാസ് ഓർക്കുന്നില്ല, അതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടി, ഒരു ഓർഗൻ എൻ്റെ ഒരു ചേട്ടൻ തന്നൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പൊ ഞാൻ അതും പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇതൊക്കെ അതാണ്. ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് ശരിക്കും ഗൗരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ്. നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യമില്ലായിരുന്നു, രജനി ചോദിച്ച ചോദ്യം. അതിൻ്റെ അകത്തും നമ്മളെ കാണുന്നവരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ എത്രയോ ഉയരത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കി. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടെൻഷനും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പമ്പ കടക്കും. ഇപ്പൊ മോള് പറഞ്ഞതുപോലെ ശരിക്കും നമ്മളെക്കാളും കൂടുതൽ ദുഃഖിക്കുന്നവരെ അല്ലേ? പിന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹം ഈ പറഞ്ഞ പോലെ കൗണ്ടബിൾ, ഇങ്ങനത്തെ ഈ കാഴ്ചപ്പാടാണ് ഒരു വ്യക്തിയെ മാറ്റുന്നത്. ഞാനത് സാധാരണ രീതിയിൽ ട്രെയിനിങ് എടുക്കാൻ ധാരാളമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ബോംബെയിൽ ഞാനായിരുന്ന സമയത്ത് സാധാരണ രീതിയിൽ കണ്ടുകൊണ്ടിരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, വലിയ വേസ്റ്റ് ബോക്സിൻ്റെ അകത്ത് വൈകുന്നേരങ്ങളിലും രാവിലെ സമയത്തും ഒക്കെ പട്ടിക്കുഞ്ഞുങ്ങളും പന്നിക്കുഞ്ഞുങ്ങളും മനുഷ്യക്കുട്ടികളും പൂച്ചകളും എല്ലാം കൂടി ഒരുമിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥകൾ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അവസ്ഥകൾ, അത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം വേറൊരു ലെവലിലാണ്. കാരണം സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെ നമ്മളൊക്കെ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഈ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സിന്റെ എല്ലാ ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഒരു ദിവസം തുടങ്ങാം, അല്ലേ? നമ്മുടെ ഹാപ്പി അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഗൗരിക്കുട്ടിയുടെ ആ ഒരു ഓർഗൻ ആരോ ഗിഫ്റ്റ് തന്നു, പക്ഷെ മോള് നന്നായിട്ട് അത് പ്ലേ ചെയ്യും, അല്ലേ? നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ. വളരെ ഭംഗിയായിട്ട് അല്ലേ അത് പ്ലേ ചെയ്തപ്പം ശരിക്കും നമ്മളെല്ലാം ഒരു എലിവേറ്റഡ് ആയി. അപ്പം എങ്ങനെയാണ് ഒരു ദിവസം ഒരു വ്യക്തി പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ, എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ് ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും? ഓക്കെ, അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് സ്റ്റീഫൻ ആർ കോവയുടെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ആ ഹാബിറ്റ് ഇതാണ്, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. വളരെ മനോഹരമായിട്ടൊരു ഹാബിറ്റാണ്. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നൊന്ന് സൂചിപ്പിക്കാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഉറക്കം തെളിഞ്ഞതിന് ശേഷം ഒരു 2-3 മിനിറ്റ് സമയം ഞാൻ ബെഡിൽ കിടക്കും, വെറുതെ കിടക്കും. കിടന്നിട്ട് അന്നത്തെ ദിവസത്തിൽ എന്ത് സംഭവിക്കണമെന്നുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഞാൻ മനസ്സിലൂടെ കടത്തിവിടും. ഉദാഹരണമായിട്ട് ഇന്ന് രാവിലെ 5:30 ഉണർന്നതിന് ശേഷം കുറച്ച് സമയം കിടന്നതിന് ശേഷം മനസ്സിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിൽ വരെ പോകുന്നു, നമ്മുടെ ഒരു ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരുന്നു,
ഈ പ്രോഗ്രാമുകൾ വളരെ ഭംഗിയായിട്ട്, എപ്പിസോഡുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. വൈകുന്നേരം വളരെ സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം ഉണ്ട്, അത് ചെയ്യുന്നു. അതിനുശേഷം സ്വസ്ഥമായിട്ട് വൈഫിൻ്റെയും കൊച്ചിൻ്റെയും ഒക്കെ അടുത്തിരുന്ന് സംസാരിച്ച് കിടന്നുറങ്ങുന്നു. ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സാണ് ഞാൻ ശരിക്കും രാവിലെ ഇന്ന് കണ്ടത്. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് എനിക്ക് മോശം ദിവസങ്ങളെന്ന് പറയുന്നത് ഇല്ല. ഞാൻ നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ കാണുന്നവരോട് പറയുവാനുള്ള കാര്യം ഇതാണ്: നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിൽ ചിത്രീകരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കപ്പെടും എല്ലാം. മൈൻഡ് പവറിൻ്റെ മറ്റ് എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയാം, നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ സൃഷ്ടിക്കുന്നത്, ചിത്രീകരിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആ പ്രവൃത്തിയുടെ റിസൾട്ട് എന്തായിരിക്കുമെന്നും അത് ഭംഗിയായിട്ട് നടക്കുന്നതും മനസ്സിൽ ചിത്രമായിട്ട് കാണുക. ഇനി ഉദാഹരണമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണുക? ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, അവിടെ എത്തുന്നു, ഭംഗിയായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു. ഇത് മനസ്സിൽ ചിത്രീകരിച്ച് കഴിയുമ്പോൾ അത് സത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മറ്റൊന്ന് പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് സെൽഫ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവാനാണ് എന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ സെൽഫ് അഫർമേഷനോടുകൂടി പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകളിലൂടെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ, ഡെലിബറേറ്റ്ലി പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ ആ മാറ്റമുണ്ടാകുന്നു, നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നു, നമ്മൾ ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ 2 കാര്യവും നമ്മൾ ചെയ്യുന്ന പക്ഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഏതിലും എന്ത് കാണുക? സന്തോഷം കാണുക, നന്മ കാണുക, ഹാപ്പിനെസ് കാണുക. ചെയ്യുന്ന പ്രവൃത്തിയെ എന്ത് ചെയ്യുക? അതിനെ സ്നേഹിക്കുക, സന്തോഷത്തോടു കൂടി ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുള്ള മനുഷ്യരായിട്ട് മാറാൻ സാധിക്കും. ഒപ്പം തന്നെ സർവശക്തനിലുള്ള ആ വലിയ വിശ്വാസം. കാരണം അൾട്ടിമേറ്റ്ലി അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ കഴിവ് കൊണ്ടല്ല പലതും, അല്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കുന്നത് നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, അവിടുത്തെ ആ വലിയ കാരുണ്യം കൊണ്ടാണ് എന്നുള്ള ഉറച്ച ബോധ്യം കൂടി ഉള്ളപ്പോൾ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഗൗരിക്കുട്ടിയോടൊപ്പമുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച മോളുടെ കൂടുതൽ വിശേഷങ്ങളും കുടുംബാംഗങ്ങളെയും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം: നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷേ അതിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ഹൃദ്യമായി ആസ്വദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. മേ ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: